പോടാ. പോവാ. പോവാട്ടെ. പോയേട്ടാ. എല്ലാരും പോകാൻ ഇറങ്ങിയോ? എന്താ എന്താ അർച്ചനെ? എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അവന്തിയെടുത്തി എനിക്ക് എവിടെ? അവരോട് ഞാൻ പറഞ്ഞോളാം. എടുത്ത് കാര്യം എന്തെന്ന് പറയ്. അതൊക്കെ പറയാം, അവരും കൂടി വരട്ടെ. എടുത്തി അവന്തിക റൂമിലില്ല. എടുത്തി അനകെ എത്തി. ഇനി തനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാ പറയും. പറയട്ടെ. പറയെടുത്തി. നാളെ കഴിഞ്ഞ് മറ്റന്നാ ഒരു വലിയ പ്രത്യേകതയുള്ള ദിവസം. എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? അവന്തിയടുത്തേക്ക് ചിലപ്പോ ഓർമ്മ കാണും. എനിക്കറിയില്ല. ഇവിടെ ആർക്കും അറിയില്ല. മോള് തന്നെ പറയും. ശരി, ഞാൻ തന്നെ പറയാം. മറ്റന്നാളാണ് നമ്മുടെ സ്വന്തം നന്ദേട്ടന്റെ പിറന്നാൾ ദിവസം. എന്താ, ശരിയല്ലേ? അതെ, കർക്കിടക 26 മറ്റന്നാള് തന്നെ. എന്റെയും ഈ കുടുംബത്തിന്റെയും വക അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ നന്ദേട്ടാ. താങ്ക് യു സ്നേഹമോളെ. എല്ലാ മക്കളുടെയും ജന്മദിവസം ഓർമ്മയിലുണ്ടായിരുന്നോ? നീ പോയതിനു ശേഷം അതൊക്കെ ഓർമ്മയിൽ നിന്ന് പോയി. ഇപ്പൊ ഏട്ടൻ ഇവിടെ ഉണ്ടല്ലോ, ഇനി ആഘോഷിക്കാലോ. ആഘോഷമൊന്നും വേണ്ട സ്നേഹമോളെ. നിങ്ങളുടെയൊക്കെ ബർത്ത്ഡേ നമുക്ക് ആഘോഷിക്കാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഈ വർഷം ആഘോഷിക്കണം. കുറെ വർഷത്തിന് ശേഷം ഏട്ടൻ ഞങ്ങളോടൊപ്പം പിറന്നാളല്ലേ? ഏട്ടൻ വന്നിട്ട് ഒരു ഗെറ്റ് ടുഗദർ നടത്താൻ പ്ലാൻ ചെയ്യായിരുന്നു ഞങ്ങള്. ഇനി ബർത്ത്ഡേ വിത്ത് ഗെറ്റ് ടുഗദർ ആക്കാം. എന്താ? പിള്ളേരുടെ ആഗ്രഹമല്ലടാ, അങ്ങ് സാധിച്ചു കൊടുത്തേക്ക്. അച്ഛന്റെ പെർമിഷൻ കിട്ടിയ സ്ഥിതിക്ക് ഇനി നന്ദേട്ടൻ ഒന്നും പറയണ്ട. ബാക്കി എല്ലാം ഞാൻ ഏറ്റു. ശരി ശരി, സമ്മതിച്ചു. പക്ഷെ ഒരു കണ്ടീഷൻ. നമ്മുടെ ഇവിടെ ഉള്ളവരും അർച്ചനയുടെ വീട്ടുകാരും മാത്രം മതി ഫംഗ്ഷന്. അത് മറ്റൊന്നും കൊണ്ടല്ല, കൂടുതൽ ബന്ധുക്കളെയൊക്കെ വിളിച്ചു വരുത്തിയാൽ അവരുടെ ഓരോ ചോദ്യങ്ങൾക്കും എനിക്ക് മറുപടി ഇല്ലാതാവും. അതുകൊണ്ടാ. മതി, നമ്മൾ മാത്രം മതി. അവന്തികേ, എന്താച്ചാ? മറ്റന്നാള് നിന്റെ ഹരിഹരൻ അമ്മാവനെ കൂടി ക്ഷണിക്കണം. കുറെ നാളായി ഹരിഹരനെയും കണ്ടിട്ട്.